ഹായ്. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നല്ലേ, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഓക്കെ. പറ്റിട്ടായിട്ട് അബിയെ ആന മിക്കവാറും നമ്മൾ ചവിട്ടി കൂട്ടും. അല്ലാറും അബി ആനപ്പിണ്ടി നടക്കുന്നുണ്ടോ? ആകെ സൗണ്ടൊക്കെ ഉണ്ട്. അല്ലാഹുവേ, സ്ഥലം കാലിയാക്ക്, സ്ഥലം കാലിയാക്ക്. സൈഡിൽ നിന്നൊക്കെ ഒച്ചയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മതി. ഓക്കെ. ഹായ് ഗൈസ്, ഇപ്പോൾ 6 മണിയായി. നമ്മൾ തുടങ്ങണേ. നമ്മൾ ഇന്നെടുക്കാൻ പോകണ അറിയോ? എടുക്കാൻ വിവേ ഊട്ടിക്ക് നമ്മൾ പൊളിക്കും. 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം പെരിന്തൽമണ്ണ ഭാഗത്താണ്. ഞങ്ങൾ ഇവിടുന്ന് ടോട്ടൽ 126 കിലോമീറ്റർ ഉണ്ട് ഊട്ടിക്ക്. അപ്പം നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അതെ, നമ്മൾ ചെക്കൻ്റെ ഇവിടെ കാണില്ല. നമ്മൾ പോവല്ലേ? അത് രാവിലെ. അപ്പം ഇൻഷാ അല്ലാഹ് തുടങ്ങാം. കാണാം. നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം യാത്ര പുറപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പിന്നെ ആക്കപ്പറമ്പാണുള്ളത് കേട്ടോ. ഈ ആക്കപ്പറമ്പ് നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ സ്റ്റേ. ഇവിടുന്നാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. നമ്മൾ പാണ്ടിക്കാട് എത്തിയിട്ടുണ്ട്. ഹബീബേ, കുറച്ച് ലേറ്റായിട്ട് നമ്മൾ പാണ്ടിക്കാട് എത്തി. കുട്ട എങ്ങനെയുണ്ട്? വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ? ആ, നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പിന്നെ വണ്ടൂരാണ്. വണ്ടൂരിൽ വെച്ചിട്ട് നമ്മളൊരു സൈക്കിളിൻ്റെ ഒക്കെ ഒരു മാസ്റ്റർ കണ്ടിട്ടുണ്ട്. മാസ്റ്ററുടെ പേരെന്ന് പറയാം നൗഷാദ് എന്നുള്ളതാണ്. അപ്പോൾ നൗഷാദ് നമുക്ക് ക്ലാസ് എടുത്ത് തരാണ്, എങ്ങനെ അതിൻ്റെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല ക്ലാസ് ആയിരുന്നു, കുഴപ്പമില്ല. എല്ലാവരും സപ്പോർട്ടും സാറ് തരുന്നുണ്ട്. സാറ് പേരെന്താണ്? സൈനുദ്ദീൻ. പാണ്ടിക്കാടുള്ള സൈനുദ്ദീനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കോച്ചിങ് ഒക്കെ അവർ തരുന്നുണ്ട്, ഫുൾ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി മുന്നോട്ട് പോകുന്നല്ലേ. നമ്മളിപ്പോൾ വണ്ടൂർ അങ്ങാടി കഴിഞ്ഞു. വണ്ടൂരിൽ നിന്ന് നമ്മൾ പോവാണ്. വണ്ടൂർ അങ്ങാടി കഴിഞ്ഞ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. നിലമ്പൂരിൻ്റെ മനോഹാരിത. വെൽക്കം ടു. ഇവിടെ ഇപ്പോൾ ഓപ്പണല്ല തോന്നുന്നു കാര്യങ്ങളൊക്കെ. ഇവിടെയാണോ? അവിടെ കടിഞ്ഞ. അപ്പം നമ്മൾ ചായ കുടിക്കണേ. ഹായ്. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയാണ്? കനോലി പ്ലോട്ടല്ലോ. ശരി, ചായ കുടിക്കാൻ വേണ്ടിയാണ്. അബിയ നോക്കണോ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇവിടെ എത്തു നമ്മൾ രാത്രിയോ? ഏടൂ. അപ്പം നമ്മൾ സെറ്റാക്കാൻ നമ്മൾ
ഇതാണ് നമ്മുടെ കനോലി പ്ലോട്ട്. അല്ല ഇത് ഓപ്പണാ അങ്ങോട്ടോ? നിലമ്പൂർ വളരെ മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലമ്പൂരെത്തി. നിലമ്പൂർ കഴിഞ്ഞു. നിലമ്പൂർ തേക്കി മ്യൂസിയം. ഇതാണ് തേക്കി മ്യൂസിയം. ഓക്കെ, തേക്കി മ്യൂസിയമാണ് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നത്. ഓക്കെ, നിലമ്പൂർ തേക്കി മ്യൂസിയം. വളരെ മനോഹരമാണ് കാഴ്ചകൾ ഇവിടെ. മുളങ്കാടുകൾ, വളരെ ഭംഗിയുള്ള കാഴ്ചകൾ. നിലമ്പൂരിൻ്റെ വ്യത്യസ്തമായ സുന്ദരമായ കാഴ്ചകൾ. നിലമ്പൂർ ടൗൺ കഴിഞ്ഞു നമ്മൾ. പിന്നെ ഇനി ചുങ്കത്തറ. അങ്ങനെ നമ്മൾ ചുങ്കത്തറ വരിക. ചുങ്കത്തറ ചുങ്കത്തറ നമ്മൾ പാസ് കഴിഞ്ഞു. ചുങ്കത്തറ അപ്പം നമ്മൾ എവിടെത്തി പോവാം? ചുങ്കത്തറ എത്തി. അപ്പം ഇനി നമ്മൾ ഇവിടെ വിശ്രമിക്കും. നമ്മൾ എടുക്കെത്തും. നാട് കാണിച്ചിടും വഴി ഊട്ടിയിലേക്ക്. പൊളിക്കോ, ഒരു രക്ഷയില്ല. ഓടി പൊളിക്കോ. അഭിവേ ക്ഷീണമുണ്ടോ? ഇല്ല, ക്ഷീണമില്ല. എന്താ പറയുക, അപ്പാണ്ട് എറണാകുളത്ത് പോയാൽ മാറില്ല. എല്ലാം ഫുൾ തണുപ്പാണ്. നല്ല എന്താ പറയുക, നല്ലൊരു കാലാവസ്ഥയാണ്. അത് നമുക്ക് സിമ്പിളായിട്ട് ഊട്ടിക്ക് സിമ്പിളായിട്ട് എത്താൻ കഴിയും. ഓക്കെ, നമുക്ക് ഊട്ടി വെച്ച് വേണം. നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ചുങ്കത്തറ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പ് കയറിയാണ്. നമ്മൾ നാളെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പെട്രോൾ പമ്പിൽ നമുക്ക് വെള്ളം ഉണ്ടാവും, പിന്നെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മുടെ ഹബീബ് കുഴങ്ങിയിട്ടുണ്ട്. ഹബീബ്, താങ്കൾ കുഴങ്ങിയോ? നമ്മളിഞ്ഞേ നമ്മളിതാ ഇങ്ങനൊക്കെ. പിന്നെ നമ്മളിഞ്ഞ് ചുരം കയറാനുള്ളതോ ഹബീബേ? വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം നമ്മളിപ്പോൾ എടക്കര ടൗണിലെത്തിട്ടോ. എടക്കര നമ്മളെ കൊളീഗ് നജീബിൻ്റെ നാടാണ്. നജീബ്, ഈ എന്നോട് കാര്യം പറയുന്നത് ഫ്ലെക്സ് അടിച്ചോ. ഊട്ടിക്ക് പോയി എന്നാൽ ഫ്ലെക്സ് അടിക്കുന്ന നജീബ് നമ്മളെ കൂടുതലുള്ള ആളാണ്. ടോക്കിയോ സിറ്റിയിൽ ഫ്ലെക്സ് അടിക്കേണ്ടതാണ്. അപ്പോൾ എടക്കര സിറ്റിയിലൂടെ നമ്മൾ കടന്നു പോവാണ്. എടക്കര സിറ്റി.
നമ്മളെ കാക്കാൻ്റെ ഒക്കെ പഴയ സൈക്കിള്. ഒരു വണ്ടി സൂപ്പറല്ലേ? ഹായ് ഗേയ്സ്, പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് എടക്കരയാണ്. വളരെ രസകരമായൊരു സംഭവം ഉണ്ടായി. പിറ്റെന്ന് വെച്ചാൽ വൺ ട്രാജഡി ഉണ്ടായി. എന്താ ഇപ്പോൾ ട്രാജഡി വെച്ചാൽ, ഞാൻ ഈ ചെക്കനതാ ഈ ഹബീബിനെ ഫോട്ടോ എടുത്തു. ഇവിടെ ഇതാ ഫോട്ടോ എടുത്ത ഇവിടെ കയ്യിൽ നിന്ന് മൊബൈലും ചാടി. ഇപ്പോൾ സമയം 3 മണിയായിട്ട് ഒരു KSRTC ബസ് എൻ്റെ മൊബൈലിന്മേൽ എന്ത് ചെയ്തു, ഒന്ന് കയറി ഇറങ്ങി. ഫോണ് ഫുൾ തരിപ്പണമായി. ഫോണാക്കിയപ്പോൾ ചെറുതായിട്ട് സൗണ്ട് കേട്ടു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ കടയിൽ കൊണ്ടുവരുത്തപ്പോഴേ കുഴപ്പമില്ല, ഡിസ്പ്ലേ പോയിട്ടുള്ളതാണ്. KSRTC ഒന്നര കയറി ഇറങ്ങി, പക്ഷെ സാധനം കിട്ടിട്ടോ. ഡിസ്പ്ലേ നേരാക്കി, ഡിസ്പ്ലേക്ക് കുറച്ച് കാശായി, എന്നാലും സാധനം നേരായി കിട്ടി. അങ്ങനെ കുറേ സമയം എടക്കര 4 മണിക്കൂർ പോയി. ഇപ്പം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇനി എന്താണെന്നൊരു പിടുത്തമില്ല. പോവെന്നാൽ അപ്പം നമ്മൾ മൊബൈൽ തിരിച്ച് കിട്ടിയിരിക്കണേ. മൊബൈൽ ഡിസ്പ്ലേ നേരാക്കി തിരിച്ച് കിട്ടി. ഇപ്പോൾ 2000 രൂപയുടെ മേലായി. കുഴപ്പമില്ല, നമുക്ക് മൊബൈൽ കിട്ടിയാലോ. KSRTC നല്ല ഉഷാറായിട്ട് കയറി ഇറങ്ങിയതാണ്. നമ്മൾ ഫോൺ വാങ്ങി കേട്ടോളി, Redmi Note 6 Pro കേട്ടോ. Redmi Note 6 Pro നമ്മൾ ഫോണ്. അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചാടിയപ്പോൾ തന്നെ KSRTC ബസ് ഓൺ സ്പോട്ട് കയറി ഇറങ്ങി കിരിപിരിയായി. അങ്ങനെ കട കൊണ്ടുവന്നപ്പോൾ കുഴപ്പമില്ല, ഡിസ്പ്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇനി വാണെങ്കിൽ ഈ ഫോൺ വാങ്ങിക്കൊണ്ട് Note 6 Pro, Redmi Note 6 Pro കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ വഴിക്കടവെത്തി. ഇനി നമ്മൾ നാടുകാണി ചുരം കയറാൻ പോവാണ്. സമയം ഏകദേശം 4 മണിയാവാനായി. നമ്മുടെ മൊബൈൽ നമ്മളെ ചെറിയൊരു ട്രാജഡിപ്പെടുത്തി. സാരല്ല, ചില ട്രാജഡികൾ ചില വിജയങ്ങളാണ്. അപ്പം നമ്മളെന്തായാലേ നാടുകാണി ചുരം കയറാൻ പോവാണ്. ഇപ്പം ഏകദേശം 3:30-4 മണിയാവാനായി. 4 മണിക്കൂർ അവിടെ എടക്കര വേസ്റ്റായി. സാരമില്ല. ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ തുടങ്ങിട്ടോ, ചുരം തുടങ്ങിയിട്ടുണ്ട്. ചുരം നമ്മൾ ഫുള്ള് സൈക്കിളിലേക്ക് കേട്ടോ, ഇറങ്ങൂല, ഉന്തൂല. ഇൻഷാ അല്ലാഹ് ചുരം നമ്മൾ ആദ്യമായിട്ടോ ഹൈ റേഞ്ച് പിടിക്കണത് ആദ്യമായിട്ടാണ്. ചുരം കയറി തുടങ്ങിയിട്ടുള്ളൂ. ഹബീബിനെ കാണാമല്ലോ, ബാക്കിലാണ്. അടിപൊളി പ്ലേസ് ആട്ടോ. സൈക്കിളുമൊക്കെ പോരാ, പ്ലേസ് കാണാൻ എന്താ രസം. ഒരൊക്കെ അല്ലാ ഭംഗിട്ടോ. ചെക്കനെ കാണാമല്ലോ. റോഡ് സൂപ്പറാട്ടോ. ഫുള്ള് നമ്മൾ സൈക്കിളിൽ നിന്ന് കയറും കേട്ടോ. അങ്ങനെയുള്ള വാശി.
തിങ്ങൂല തള്ളൂല. ലൈക്കൊന്ന് ആ അല്ലാ അതെ അങ്ങോട്ട് എത്തൂല നമ്മള് നോക്കി നോക്കുക പോട്ടെ തോന്നത്തോളം പോട്ടെ ബൈക്കുമ്പോൾ പോണ മാതിരി പോരട്ടത് ചവിട്ട് തന്നെ വേണം മക്കളെ ചവിട്ട് തന്നെ വേണം ഇല്ല നമ്മൾ തളരൂല ഞാൻ കരുതി മൊബൈല് പോയി അപ്പേ ഞാൻ കരുതി എൻ്റെ മൊബൈൽ മൊത്തം പോയി ചേച്ചി നമ്മൾ ചുരപ്പുറം കഴിഞ്ഞിട്ടില്ല കേട്ടോ ചുരം കയറിക്കൊണ്ടേയിരിക്കണം മങ്കീസ് കുറേ ഉണ്ട് കയറി മാറ്റി കയറ്റാണല്ലോ അങ്ങനെ വീണ്ടും ഞങ്ങൾ വിശ്രമിക്കാൻ ഇരുന്നിട്ടോ കുഴങ്ങി ഏകദേശം നാടുകാണി എത്തിയില്ല എത്താനായിക്കണ് ഈ ചെവി കടയാൻ തുടങ്ങി ചെവി ഇങ്ങനെ അടിയില്ല ചുരം കയറുമ്പോൾ അബിയേ കുട്ടാ പിന്നെ ഈ ആന ഇറങ്ങുന്ന സ്ഥലം ഉണ്ട് അബിബേ വല്ലാതെ ഇവിടെ വെക്കണ്ട ചവിട്ടി മിരിച്ചാണ് പോകും ഇങ്ങോട്ടൊക്കെ ചവിട്ടി മിരിച്ച് പോകും കേട്ടോ പിന്നെ പണ്ട് കയറേണ്ടവില്ല ഇങ്ങനെ വെള്ളം എടുക്കണം പാവം ഇങ്ങനെയൊക്കെ ഉണ്ടോ അബീബേ വാല് വെച്ച് പോകുന്നത് കയറില്ല ഒന്ന് കിടന്നിട്ടൊക്കെ പോയാൽ മതി വേണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ വിഷയമല്ല നമുക്ക് ചാന അതാ പേടി അത് ഓറസ്റ്റിലായി സൂപ്പർ കേട്ടോ എന്തായാലേ നമ്മൾ പ്ലാൻ ഒന്ന് ഊട്ടിക്കുന്നു പക്ഷെ സാധിക്കില്ല
കൂടല്ലൂർ എത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ എവിടെയെങ്കിലും തങ്ങേണ്ടി വരും, അല്ലെങ്കിൽ എന്തായാലും അങ്ങോട്ട് എത്തൂല. ഡാബിയെ കുഴങ്ങി. പിന്നെ എനിക്ക് പിന്നെ മൊബൈലിൻ്റെ ആലോചിക്കാൻ പറ്റുള്ളൂ. 2000 ഉറുപ്പിക പോയി. പക്ഷെ എന്നാടാ വേറെ കാര്യമായിരിക്കും വെച്ചാലോ. മൊബൈലൊന്നും സംഭവിച്ചില്ലല്ലോ. നമ്മൾ വീണ്ടും കിടന്നോ എന്താ ആൾസ് ക്ഷീണിച്ചു. ചെക്കനെ വെച്ചാ ഇപ്പം നമ്മളിതാ ഏകദേശമൊക്കെ എത്താനായി. ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടി നാടുകാണി ഏകദേശം എത്താനായിട്ടുണ്ട്. യാ റബ്ബി ആ വരുന്നു കുരങ്ങന്മാരട്ടോ, ആ വരുന്നു വണ്ടിക്കോ ആ വരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ യാത്ര പുറപ്പെട്ടു. അവിയെ പവർ ബാങ്ക് വേണ്ടോ? 9 9,000. അവിയെ ആയ ഇറങ്ങുമ്പോഴത്തേക്കും ചുരം കയറണം. വിട് വേം വിട്, അല്ലെങ്കിലേ വേലയ്ക്ക് പോകാൻ ബാക്കി ഉണ്ടാവില്ല. ആയി നമ്മൾ വീണ്ടും വിശ്രമിക്കുകയാണ്. അല്ലാ ചുരം കയറി ഒരു ഇതായിട്ടോ. കുട്ടാ കൊങ്ങിയാ എന്താണ് ഇത്? കാര്യങ്ങൾ കാര്യം വ്യക്തമല്ലേ? ഫുള്ള് വെള്ളം കൂടിയാണ്. എന്തായി കാര്യങ്ങള്? എൻ്റെ വെള്ളം കഴിയുന്നില്ല. ഇത് കഴിഞ്ഞടോ. നല്ല ടോപ്പ് സ്ഥലം ഇവിടെ വിശ്രമിക്കാനൊക്കെ. സ്ഥലം അടിപൊളിയാ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? പോയി ഇനി കുറച്ചുകൂടിയും പോവാണ്ടേ. എവിടെ കിടക്കുക ഒരു പിടുത്തമില്ല. ഊട്ടിക്കെത്തില്ല, മൈസൂരിക്കെത്തില്ലേ. ഇനി നാടുകാണി കഴിഞ്ഞിട്ട് തീരുമാനിക്കണം എവിടെ കിടക്കാന്നൊക്കെ. ഊട്ടിക്ക് കരുതി പോകാനാണ്. ഇനി എന്താ കാട്ടാ? പാടാ ഇനി ഡബിളാണ്. ആ ഇനി നോക്കാം, പോകുമ്പോ നോക്കുക. ആ ഇടയ്ക്കെന്ന് KSRTC പറ്റിച്ചു. ഇത് 6 മണി ആയിട്ടോ. 6 മണി ഇപ്പം ചെറുത്തുമ്പോഴാണ് ഒരു വണ്ടി. വണ്ടികളോ അതെ നോക്കടോ, ഒരു വണ്ടി നോക്കടോ. അത് നമ്മൾ പുറപ്പെടട്ടോ. 6 മണി ആയിട്ടോ. ഇനി നമ്മള്
6 മണിക്ക് വരെ എവിടെ എത്തിക്കുന്നത് കിട്ടില്ല. 4 മണി എത്താനേക്കുന്നത് തോന്നി. കുറേ നേരം എത്താൻ ഇത് എത്തിയില്ല. പോയോട്ടെ പോവാൻ അല്ലാ. എന്തായാലും 4 മണി എത്താൻ നോക്കട്ടെ. പോ രാത്രി ആയിട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. അവിടുന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങണം. ഞങ്ങൾ മലപ്പുറത്താണ്. നിങ്ങളെവിടെ? ഇവിടെ നല്ല സെറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പൊളിയാണ്. അലക്കണമെങ്കിൽ അലക്കാം. അലക്കാനൊക്കെ പറ്റും. കുളിക്കണമെങ്കിൽ കുളിക്കാം. അപ്പോഴേ ഈ 5 കിലോമീറ്റർ കൂടി ഉണ്ട് നാടുകാണിക്ക്. ഒന്ന് ഫ്രഷായി എത്ര ഫ്രഷായി ചേട്ടനെ കുളിച്ചിട്ടോ. ഒന്ന് കുളിച്ചു. സൂപ്പറാണ് കുളിച്ചുമ്പോൾ. പിന്നെ അപ്പം നമ്മൾ 5 കിലോമീറ്റർ നാടുകാണിക്ക്. നാടുകാണിന്ന് ഗൂഗിളിലേക്ക് എത്തണം. അവിടെ നമ്മൾ സ്റ്റേ ആകുമ്പോൾ ഇന്ന് തന്നെ 18 കിലോമീറ്റർ നാടുകാണി ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരാം 5 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ എപ്പോൾ ഇത്ര കുറ്റമില്ല. നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് ഇത്. കളിയല്ല മനയല്ല എൻ്റെ പോവാന്നാണ്. പറ്റിട്ടായിട്ട് ആദ്യ ആന നിൽക്കാതെ നമ്മൾ ചവിട്ടി അത് ആനക്കുഞ്ഞി മാത്രം കേട്ടോ. ആകെ സൗണ്ടൊക്കെ ഉണ്ട്. അള്ളാഹുവേ സ്ഥലം കളിയൊക്കെ സൈഡിൽ നിന്നൊക്കെ ഒച്ചയൊക്കെ വരുന്നുണ്ട്. അബീബ ഓടിയാവുണ്ടോ? ചെവി കടഞ്ഞോളൂ. പിന്നെ നമ്മളിപ്പോൾ നാടുകാണി എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഇട്ടായിട്ടോ. 2 സൈഡിലും ഭയങ്കര കാടാ. അയ്യോ ആ ചെങ്ങായി KSRTC-കാരനെ പറഞ്ഞാൽ മതി. ഞാൻ അവിടെ നിർത്തുന്ന് പറഞ്ഞാടോ. നിർത്തണം. മൊബൈൽ ഫോൺ ഒറ്റ പോക്കണം പോയി. 6:45 നമ്മളിപ്പോൾ ചേർത്തുമ്പോഴാണ്. അബീബ് കുഴങ്ങിയടോ. അപ്പം നമ്മളേ നാടുകാണി എത്തിട്ടോ. ഏകദേശമൊക്കെ നമ്മൾ നാടുകാണി എത്താൻ നേരത്തെ ചെറിയൊരു ചായ അടിക്കാൻ വേണ്ടി അറിയാം. ചെറിയൊരു കോഫി. സമയം 8 മണി. എല്ലാം കുഴഞ്ഞ് ചവിട്ടി കുഴഞ്ഞ്. എന്താ അവസ്ഥ? റിസ്ക്കാട്ടോ. ഭയങ്കര റിസ്ക്കാണ്. ഭയങ്കര ചവിട്ടിയിട്ട് കാലൊക്കെ ഭയങ്കര കടച്ചിലാണ്. ഞാൻ ചായ കുടിക്കണം. നല്ല കോഫി. അപ്പം നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ്. ചായ കുടിച്ച് കഴിഞ്ഞു. ചെറുതായിട്ട് ചായ കുടിച്ചു. നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ്. നാടാണി ഇപ്പോഴും എത്തിയിട്ടില്ല. ഒരു 1.5 കിലോമീറ്റർ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ അവിടെ എവിടെയെങ്കിലും സ്റ്റേ ഒപ്പിക്കണം. ഒന്ന് വ്യക്തമായിട്ട് വിശ്രമിക്കണം. എല്ലാം കുഴഞ്ഞിക്കണം. നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. എല്ലാം കുഴഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയാവട്ടെ ഗേസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗൂഡല്ലൂർ എത്തിയിട്ടുണ്ട്. ഗൂഡല്ലൂർ എത്തി നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. പിന്നെ നാടുകാണിൽ നിന്ന് ഗൂഡല്ലൂർ എത്തിയിട്ട് ഇപ്പോൾ സമയം ഏകദേശം 11:30 ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളൂ. റൂം കിട്ടിയിട്ടുണ്ട്. 5 റൂം കിട്ടി. അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ 11:30 കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് ചവിട്ടി ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണിച്ചു. അപ്പോൾ അതൊക്കെ ചവിട്ടിയുള്ളൂ. അങ്ങനെ 11:30 അവിടെ എത്തിയപ്പോൾ ഗൂഡല്ലൂർ എത്തിയപ്പോൾ അങ്ങനെ ചെറിയൊരു വിലക്ക് റൂം കിട്ടി. നമ്മൾ സെറ്റാക്കി നമ്മൾ ഉറങ്ങാൻ പോകാൻ. റൂം കണ്ടപ്പോത്തിന് ആൾ കിടന്നിട്ടുണ്ട്. ആൾ ഉറങ്ങാനുള്ള ഫുൾ സെറ്റപ്പിൽ വേഗം കിടന്നിട്ടുണ്ട്. മറ്റുള്ള റൂമാണ്. റൂമൊന്നും കുഴപ്പമില്ല. റൂമിലെ റെൻറ്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 200 റുപ്യ ഉള്ളൂ. 200 റുപ്യക്ക് അടിപൊളി റൂം കിട്ടി നമുക്ക്. അതാണ് ബാത്റൂം സൗകര്യം ഉണ്ട്. കിടക്കാൻ ഒരു സിംഗിൾ ബെഡും ഉണ്ട്. 200 റുപ്യാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഉറങ്ങാൻ പോവാണ്. കുട്ടനെ ഉറങ്ങിയോ?
അപ്പോൾ ആർക്കെങ്കിലും പിന്നെ റൂമിന് എന്തെങ്കിലും വന്നപ്പോൾ ഈ വഴി വരികയാണെങ്കിൽ റൂം എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ സെറ്റായിക്കോളാം. നമ്മളാളെ SS ലോഡ്ജാണ്, ഞാൻ ആളെ പറഞ്ഞ് സെറ്റാക്കിയാണ്. അപ്പോൾ ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ് എല്ലാവർക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.